വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് എങ്ങനെയാണ് കെ.ബി. ഗണേഷ് കുമാറിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്? എന്റെ പൊന്നു ചേട്ടായി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഈ ചോദ്യത്തിന് നമ്മുടെ മുൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഒരു മറുപടി നൽകി. ഞാനെല്ലാം പറയാം. എന്താണ് ആ മറുപടി? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദായാലും ഗൾഫിലെ ലൈസൻസ് ഉപയോഗിച്ച് ഞാൻ വാഹനം ഓടിക്കുമെന്ന്. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച അടക്കല മണ്ടാണ്. ഇന്ത്യയിലെ പുറത്തും ലോകത്തെമ്പാടും ഓടിക്കാനുള്ള ഗൾഫിലെ ലൈസൻസ് ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ആ ലൈസൻസ് വെച്ച് ഞാൻ ഓടിക്കും. അതുകൊണ്ട് ഗണേഷ് കുമാറിന്റെ ലൈസൻസ് റദ്ദാക്കി അയാൾ ഓടിക്കത്തില്ലെന്ന് വിചാരിക്കരുത്, ഞാൻ ഓടിക്കും. കാഞ്ഞ ബുദ്ധി, ഐഡിയ. ഗൾഫിലെ ലൈസൻസ് എടുക്കാനൊക്കെ യോഗ്യത ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ വണ്ടി ഓടിക്കാൻ യോഗ്യത കേട്ടോ. എനിക്ക് ഗൾഫിലെ ലൈസൻസ് വാലിഡ് ആണ്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഇനി ആരും സൂത്രം കാണിച്ചാ. ശരിക്കും ഗൾഫിലെ ലൈസൻസ് ഉപയോഗിച്ച് ഇന്ത്യയിൽ വാഹനം ഓടിക്കാൻ കഴിയുമോ? കഴിയില്ല എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. തൂക്കിയല്ലോ നാദാ. പോയേ കയ്യിന്ന് പോയേ പിന്നെ പോയേ. ഗൾഫിൽ ലൈസൻസ് ഉള്ള ഇന്ത്യൻ പൗരൻ അപേക്ഷിച്ചാൽ തത്തുല്യമായ ഇന്ത്യൻ ലൈസൻസ് ലഭിക്കും. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഇന്ത്യയിൽ വരുന്ന വിദേശികൾക്ക് അവരുടെ രാജ്യങ്ങളിൽ നിന്ന് സ്വന്തം ലൈസൻസ് ഹാജരാക്കി ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും ഉറക്കം വരുന്നു കഴിയും. എന്നാൽ ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് നിന്നുള്ള ലൈസൻസ് നേടിയാലും നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കണമെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് മസ്റ്റാണ്. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി.